പുള്ളി ആത്മഹത്യാശ്രമം വരെ എന്റെ അടുത്ത് ക്രിയേറ്റ് ചെയ്ത്. എനിക്ക് അന്നറിയത്തില്ല കാര്യം. പക്ഷെ എന്നാലും ഒരു പ്രത്യേക ഇഷ്ടം ഇങ്ങോട്ടായിരുന്നു. പെണ്ണങ്ങടെ കിട്ടാതിരിക്കുവായിരുന്നു. അങ്ങനെ പറഞ്ഞേ പറ്റൂ. പെണ്ണ് കിട്ടാതിരിക്കുവായിരുന്നു. പറ്റണമല്ലോ. എന്റെ കാര്യത്തിൽ അപ്പൊ അങ്ങനെ സംഭവം എനിക്ക് അറിയത്തില്ല. ക്യാൻവാം എന്ന് പറഞ്ഞിട്ട് പൂച്ചകളൊക്കെ വിരകളൊക്കെ ഒരു മരുന്നുണ്ട്. എനിക്ക് അന്ന് അതൊന്നും അറിയത്തില്ല. അതിനൊരു ഫോട്ടോ ഇങ്ങനെ പിടിച്ചിട്ട് മുറി കയറി ഇന്നൊരു സെൽഫി ഇട്ട് ഇപ്പൊ ഇത് കുടിക്കാൻ പോലെ ലൈവില് പോയിട്ട് ഫേസ്ബുക്കിൽ. എന്നിട്ട് എന്നെ ഇഷ്ടമെന്ന് പറയണ ഈ പൂച്ചയെ കൊല്ലുന്ന മരുന്നാണ്. അല്ല, പൂച്ചയ്ക്ക് വിരയൊക്കെ എനിക്കറിയത്തില്ല. അതെന്തോ വിഷമുള്ള മരുന്നാണ് ഞാൻ വിചാരിച്ചത്. അത് എടുത്ത് കൈ പിടിച്ചോണ്ടിരുന്നിട്ട് ഞാൻ ഇതിപ്പോ കുടിച്ചു മരിക്കും, മരണത്തിന് കാരണം ഞാനാണെന്ന് പറയും. അത് കേട്ടപ്പോ എന്റെ പൊന്നെ ഞാൻ പേടിച്ചു. ഞാൻ പറയും എന്നാ ശരി സമ്മതിക്കാം. കല്യാണം ഞാൻ ബസ് സ്റ്റാൻഡിലൊക്കെ എങ്ങനെയാണെന്നറിയാമോ, വിക്സും കൊണ്ട് പോവും, വിക്സ് പോക്കറ്റ് ഇട്ടുകൊണ്ട് പോവും. എന്നിട്ട് ഞാൻ ഈ പോക്കറ്റ് കൈയിട്ട് വിരലിന്റെ തുമ്പത്താക്കും. എന്നിട്ട് ഇപ്പൊ ഒരു പെണ്ണ് കൊറേ ദിവസം പുറകെ കിടക്കുന്നതായിരിക്കും. ഞാൻ പറയാ ഇത്രയും ഞാൻ നടന്നു, ഇനി ഞാൻ വരുത്തൊന്നും ഇല്ലടോ എന്ന് പറഞ്ഞിട്ട് അതൊക്കെ ഇങ്ങനൊക്കെ തീർത്തിട്ട് അപ്പൊ ഇങ്ങനെ വെള്ളം ഒഴിക്കും വിക്സ് തേക്കുമ്പോ. ഞാൻ പോവാന്ന് പറയാം. അപ്പൊ പെണ്ണ് പറയും വന്നോ, നാളെ തൊട്ട് വന്നോ ഇരിക്കാം. വിക്സ് എടുത്ത് ഇങ്ങനെ പിന്നെ അതറിയരുത്, ഓവറാകരുത്. ഓവറായ ഇവിടെ വിക്സിന്റെ ഇത് വരും, ഇതൊരു കണക്കുണ്ട്. എടുത്തിട്ട് ഇങ്ങനെ അടുത്തുകൂടി ഇങ്ങനെ പോയാൽ മതി. അപ്പൊ കണ്ണീന്ന് ഇങ്ങനെ ഒഴുകും. നമ്മള് ഡയലോഗ് പറഞ്ഞോണ്ടിരിക്കുമ്പോഴായിരിക്കും വരുന്നത്. അപ്പൊ ആ പെണ്ണ് പറയും ഇല്ലിക്ക നാളെ തൊട്ട് വന്നോ, സാരമില്ല വിഷമിക്കണ്ടെന്നൊക്കെ പറയും. ഞാൻ ജ്യൂസ് കടയൊക്കെ ഓറഞ്ചിന്റെ തൊലി എടുത്ത് ചീറ്റിച്ചിട്ടുണ്ട്. അത്രയും വല്ലോ. ഇതൊക്കെ ആൾക്കാര് കേട്ടാലേ പുതിയ ടിപ്പാ ഇതൊക്കെ. വലിയ ടിപ്പുകളാ, വലിയ കില്ലാടി തന്നെയായിരുന്നു. അല്ല ആ പെൺപിള്ളേരൊക്കെ രക്ഷപ്പെട്ട്, ഞാൻ പെട്ട്.